الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين سيدنا محمد خاتم النبيين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع، فإن خفتم ألا تعدلوا فواحدة. صدق الله العظيم. أربع من سنن المرسلين: الحياء والتعطر والسواك والنكاح. قال رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ റജബ് മാസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഏറെ ബറക്കത്തുകളുള്ള മാസമാണ് റജബ്. അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും നമ്മോട് ബന്ധപ്പെട്ടവരിലും നമ്മോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ധാരാളമായി അവൻ ബറക്കത്ത് ചൊരിഞ്ഞു നൽകട്ടെ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സതുപദേശങ്ങളുടെ കൂട്ടത്തിൽ ബറക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ഉപദേശം മഹാനവറുകൾ നടത്തിയത് ഇത് മാസത്തോട് നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളോടൊക്കെ യോജിപ്പ് വന്നിരിക്കുകയാണ്. ബറക്കത്ത് കൂടുതലുണ്ടാകുന്ന കർമ്മങ്ങൾ പലതും ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത്. അതേക്കുറിച്ച് മഹാനവറുകൾ പറയുന്നൊരു വാക്യം തന്നെ, നിങ്ങൾ വിവാഹം കഴിക്കുക വിജയിക്കുക. വിവാഹം വിജയത്തിലേക്കുള്ള ഒരു വാതിലാണ്. പക്ഷെ അത് വേണ്ടതുപോലെ ആകണം എന്നുള്ളതാണ്. ആകാതെ പോകുന്നത് കൊണ്ടാണ് ആ വിഷയത്തിൽ പരാജയങ്ങൾ പലർക്കും നേരിടേണ്ടി വരുന്നത്. ഇഹപരമായ നേട്ടങ്ങളും പാരത്രിക ഗുണങ്ങളുമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ശക്തിയായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. ഖുർആനിൽ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞ ആയത്തുകളുടെ കൂട്ടത്തിൽ ഒരായത്തിന്റെ അല്പഭാഗം മാത്രമാണ് ഓതിക്കേൾപ്പിച്ചത്. സൂറത്തുൻ നിസാഇന്റെ 3-ാമത്തെ സൂക്തത്തിലെ ഒരു ഭാഗം. ഫൻകിഹു, നിങ്ങൾ നിക്കാഹ് കഴിക്കുവിൻ, മാ ത്വാബ ലക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സഹോദരിമാരെ, മിനൻ നിസാ, പെണ്ണുങ്ങളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ കല്യാണം കഴിക്കുക, നിക്കാഹ് ചെയ്യാം. മസന, 2, വസുലാസ, 3, വറുബാ, 4 കഴിക്കാം. വിവാഹത്തിന്റെ പവിത്രതയും വിവാഹത്തിന്റെ ആവശ്യകതയും എല്ലാം മേളിക്കുമ്പോൾ ഒന്ന് മാത്രമല്ല, ഒന്നിലധികവും വിവാഹം കഴിക്കാൻ പ്രോത്സാഹനമുണ്ട്. പക്ഷെ അതിന്റെ ശേഷമുള്ള വാക്ക് അടിവരയിടേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. 2, 3, 4 എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് കെട്ടിവിടാൻ വേണ്ടി പറഞ്ഞതെന്ന് വിചാരിക്കാറുണ്ട്. അവയ്ക്കിടയിൽ നീതി പുലർത്താൻ കഴിയുമോ എന്ന് നിങ്ങൾ പേടിച്ചാൽ, ഉറപ്പിച്ചാൽ അല്ല, നീതി പാലിക്കാൻ കഴിയില്ല എന്ന് പേടിച്ചാൽ ഫവാഹിദ, ഒന്ന് മാത്രം. ഇതാണ് ഖുർആന്റെ ആഹ്വാനം, പ്രഖ്യാപനം. അപ്പോ വിവാഹം ആവശ്യമായി വരുമ്പോൾ, 2 ആവശ്യമായി വരുമ്പോൾ അതാവാം, 3 വരാം, 4 അപ്പുറം പോകാൻ നിയമമില്ല. പക്ഷെ അതും ഈ വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യത്തിലൂന്നിയിട്ടാണെങ്കിൽ ഇതെല്ലാം ആവാം. അവിടെയും ശ്രദ്ധിക്കണം, നീതി പുലർത്താൻ കഴിയുമോ എന്ന് പേടി തോന്നിയാൽ ഒന്നേ പറ്റുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആന് പ്രോത്സാഹിപ്പിച്ചതാണ് വിവാഹത്തെ. തിരുനബി പറഞ്ഞൊരു വാക്യമാണ്, യുവാക്കളെ വിളിച്ചിട്ടാ പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവ സമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത, കല്യാണം കഴിച്ച് അവളെ ചെലവൊക്കെ കൊടുത്ത് കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് ശേഷിയുണ്ടെങ്കിൽ ഫല്യതസവ്വജ്, വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു അഗദ്ദു ലിൽബസ്വരി വഅഹ്സനു ലിൽഫർജ്,
എന്താ കാരണം എന്നറിയോ? അത് അങ്ങനെ വിവാഹം കഴിക്കുന്നത് യുവാക്കളുടെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വരാൻ സാധ്യതയുള്ള സന്ദർഭമാണ് യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയാം, യുവാക്കളുടെ വ്യതിയാനത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വൈകാരിക വിഷയങ്ങളിലാണ്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന, തടയിടാവുന്ന ഒരു കർമ്മം കൂടിയാണ് വിവാഹം. അത് പറഞ്ഞിട്ടാ പറയുന്നത്, കണ്ണുകളെ നിയന്ത്രിക്കാൻ, അതുവഴി ചാരിത്രശുദ്ധി കൈവരിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും ബെറ്ററായ മാർഗം അതാണ്, കല്യാണം കഴിക്കാന്നുള്ളതാണ്. ഒരാൾക്ക് പക്ഷെ ഈ പറഞ്ഞതുപോലെ പെണ്ണ് കെട്ടിയിട്ട് അവരെ കൊണ്ടു നടക്കാനുള്ള ശേഷിയില്ല, പക്ഷെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം മാത്രം പോരല്ല, അതിന് ശേഷി വേണ്ടേ. ശേഷി ഇല്ലാത്ത പക്ഷം അവൻ നോമ്പ് നോറ്റുകൊണ്ട് അവന്റെ വൈകാരികതയെ നിയന്ത്രിച്ചു നിർത്തണം. നോമ്പ് നോൽക്കുമ്പോൾ ആത്മബലം കൂടി. ആത്മബലം കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ വൈകാരികതയെ നിയന്ത്രിക്കാൻ കഴിയും. അതാണ് അവന്റെ രക്ഷാകവചം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിരോധ മാർഗം എന്ന് പറയുന്നത്. അത് ചെയ്യണോ? ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും വിവാഹം കൊണ്ട് കിട്ടാനുണ്ട്, ആഖിറത്തിലും ഗുണം കിട്ടാനുണ്ട്. ഒന്ന്, ഹൃദയത്തിന്റെ പിരിമുറുക്കം ഒഴിവാകാനും ടെൻഷൻ ഫ്രീ ആകാനും വിവാഹം ഗുണം ചെയ്യുമെന്നാണ്. വൈകാരിക മേഖലകളിൽ പിശാചിന്റെ ദുർബോധനത്തിന് അകപ്പെട്ടുകൊണ്ട് പലതും മനുഷ്യനിൽ സംഭവിക്കുമ്പോൾ ആ പൈശാചികമായ ദുർബോധനങ്ങളിൽ അകപ്പെട്ടു പോകാതെ സംശുദ്ധമായ ജീവിതം നയിക്കാൻ വിവാഹം കാരണമാകും. പിശാച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ നടക്കും. നിസ്കരിക്കുമ്പോൾ വന്നിട്ട് പലതും നമ്മളെ കുറിച്ച് ഓർമ്മിപ്പിക്കും. അതിന് അതോർത്തോക്ക് ഇത് ഓർത്തോക്ക് എന്ന് പറഞ്ഞ് നമുക്ക് അനാവശ്യമായ പല ചിന്തകളിലേക്ക് പിശാച് നമ്മളെ കൊണ്ടുപോകും. ഖുർആൻ എടുത്തു വെച്ച് ഓതാനിരുന്നാൽ അപ്പം പിശാച് വരും. ഉറക്കിന്റെ രൂപത്തിലാണ് വരിക. കോട്ടുവായിടും, ഉറങ്ങും, പിന്നെ മടിയായി വേഗം മുസ്ലിം കൂട്ടി വെച്ചിട്ട് പോകും. ഖുർആൻ ഓതുമ്പോൾ പിശാച് വന്ന് ശല്യം ചെയ്യും. ഇനി ഒരു ദിക്ർ മജ്‌ലിസിൽ പങ്കെടുത്താലോ, അപ്പോഴും ആ ദിക്റിനെയും ദിക്ർ മജ്‌ലിസിനെയും ബഹുമാനിക്കാൻ പറ്റാത്ത വിധത്തിൽ, അനാദരവ് ഉണ്ടാകുന്ന വിധത്തിൽ എന്തെങ്കിലും വാക്കും പെരുമാറ്റവും ഉണ്ടാകത്തക്ക വിധം പിശാച് നമ്മളിൽ കളിക്കും. ഇതുപോലെ മനുഷ്യന്റെ ശരീരത്തിൽ രക്തയോട്ടം ഉള്ളയിടത്തിലൊക്കെ കടന്നു ചെല്ലാൻ കഴിവ് നൽകപ്പെട്ടിട്ടുള്ളവനാണ് പിശാച്. ആ പിശാച് അതിലൂടെ ഒക്കെ കയറി ചെന്ന് നമ്മളെ വൈകാരികമായി ഉത്തേജിപ്പിച്ച് അനാവശ്യ പ്രവർത്തനങ്ങൾ അനാശാസ്യം ചെയ്യാൻ അവനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടും ഇരിക്കും. അപ്പൊ ആ ദുർബോധനത്തിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് വിവാഹം എന്നുള്ളതാണ് അതിന്റെ പരിഹാരമായ മാർഗം. ജീവിതത്തിൽ ചിട്ടയും പക്വതയും, അതുപോലെ പൊതുസമ്പർക്കത്തിൽ ആവശ്യമായിട്ടുള്ള ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട കുറേ സ്വഭാവങ്ങളുണ്ട്. ക്ഷമ, മുന്നിലുള്ള അയാളെ പരിഗണിക്കുക, അതുപോലെ തന്നെ അവനുമായിട്ട് സൽസ്വഭാവത്തിൽ വർത്തിക്കുക, അതുപോലെ തന്നെ സഹിക്കാൻ കഴിയുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, അതുപോലെ സാമ്പത്തിക വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാവുക, പൈസ വാങ്ങുന്നിടത്തിൽ, കൊടുക്കുന്നിടത്തിൽ, ചെലവാക്കുന്നിടത്തിൽ മിതത്വം പാലിക്കാൻ തുടങ്ങിയ ഒത്തിരി പാകപ്പെടലുകൾ ഏതിലൂടെ ഉണ്ടാവും? കല്യാണം കഴിക്കുന്നതിലൂടെ ഉണ്ടാവും. ചില മാതാപിതാക്കൾ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് എന്തിനാ? ഓനക്ക് ലേശം ഒരു പക്വത വരട്ടെ. കല്യാണം കഴിഞ്ഞാൽ പക്വത വരും. ഈ പോകുന്നതിനും വരുന്നതിനും പൈസ ചെലവാക്കുന്നതിനും ഒക്കെ ഒന്ന് ഒരു കൺട്രോളിങ് ഉണ്ടാവും. രാത്രി 11 മണി, 12 മണി, 1 മണി, 2 മണിയൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ കയറി കിടക്കലാണ്. കല്യാണം കഴിയുമ്പോൾ എന്തായി? അതിനൊരു മാറ്റം വന്നു. കൃത്യം ഒരു 10 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തുന്ന ഒരു ചിട്ടയിലേക്ക് ഓലെത്തി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ അതിൽ വലിയ പിന്നെ ബർക്കത്ത്. എങ്ങനെ ബർക്കത്ത്? വിവാഹം കഴിക്കുന്നത് അള്ളാഹുവിനോടും പടപ്പുകളോടും ഒരു മനുഷ്യൻ പുലർത്തേണ്ട കടമകടപ്പാടുകൾ, അതിൽ പകുതിയോളം അവന് വിവാഹത്തിലൂടെ നേടിക്കിട്ടുന്നതാണ്. എന്നാൽ അത്രയും ചെയ്യാൻ, അത്രയും കാര്യങ്ങൾക്ക് നമ്മുടെ വിവാഹം സഹായകമാകുന്നതാണ്. അത് ബർക്കത്താണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ്ക്കും പടപ്പുകൾക്കും കൊടുക്കേണ്ട ഹക്കുകൾ കിട്ടാൻ കഴിയുക എന്നുള്ളതാണ്. ആ ബർക്കത്ത് കൂടുതലേക്ക് കിട്ടും, വിവാഹത്തിൽ കിട്ടുമെന്നാണ്. ഇതിലെല്ലാം ഉപരി വിവാഹം കഴിച്ചാലുള്ള നേട്ടം, നല്ല മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അഭിമാനം കൊള്ളാം. നല്ല മക്കൾ. ആരാ നല്ല മക്കള്?
ഏത് മാതാപിതാക്കളുടെ നല്ല മക്കൾ പിറക്കുക എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ നല്ല ഉദ്ദേശത്തിൽ കല്യാണം കഴിച്ചിട്ട് ഉണ്ടാകണം മക്കൾ. സുബ്ഹാനല്ലാഹ്, ചില മക്കളുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇപ്പം അടുത്ത് മരണപ്പെട്ട അറിയപ്പെട്ട ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ചരിത്രത്തിൽ കാണാം. അയാളുടെ അമ്മ ഗർഭം ധരിച്ച സമയത്ത് ഈ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി മരുന്ന് കുടിച്ചിട്ടുണ്ട് അമ്മ. മക്കൾ വേണ്ട, പക്ഷേ എന്തോ കുതിർത്തുകൊണ്ട് അലസിപ്പോയില്ല. ആ ഗർഭം വളർന്നു പ്രസവിക്കപ്പെടുക തന്നെ ചെയ്തു. ആ മനുഷ്യനാണ് ലോകത്ത് ഏറ്റവും പ്രശസ്തനായ ആളായി മാറിയത്. ഇങ്ങനെ വേറെയും ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം പരതിയാൽ കാണും. വേണ്ടെന്ന് വെച്ചിടത്തിലാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ പ്രതിഭകളായിട്ട് ഉയർന്നു വരുന്നത്. അപ്പൊ അത്തരം നല്ല മക്കൾ പടച്ചോനക്കും നല്ലത്, പടപ്പുകൾക്കും നല്ലത്, നാട്ടിനും നല്ലത്, രാജ്യത്തിന് നല്ലത്, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഉൽപ്പന്നങ്ങൾ, നല്ല മക്കളുണ്ടായാൽ ആ മക്കളെ കൊണ്ടുള്ള ഗുണം ബാപ്പാക്കും ഉമ്മക്കും ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. പരിശുദ്ധ പ്രവാചകരെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചാലും ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ലാഭകരമായിട്ടുള്ള ഒരു ഏർപ്പാടുണ്ട്. അതെന്താ? നല്ല മക്കളുണ്ടാകുക. ആ മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇനി ദ്വാരുന്നിട്ടില്ല, ആ മക്കൾ നല്ലത് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ശതമാനം ആർക്കുണ്ടാവും? ആ മക്കളെ ജനിപ്പിച്ച മാതാപിതാക്കൾക്കുണ്ടാവും. അതോടൊപ്പം ആ മക്കൾ ദ്വാരക്കും കൂടി ചെയ്താലോ അത് ഡബിളാണ്, ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്നത്. അതുപോലെ ആ മക്കൾ ദുആ ചെയ്താൽ അത്രയും വലിയ ഗുണം. മാത്രമല്ല, ഈ മക്കൾ മുഖേന മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടും. മക്കൾ നന്നായി, മാതാപിതാക്കൾക്ക് എന്തോ ജീവിതത്തിൽ കുറെ അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആഖിറത്തിൽ ഈ മക്കൾ സ്വർഗത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും മക്കൾ ഒറ്റക്ക് പോകില്ല. ആ മക്കൾ പറയും ഞങ്ങൾ മാതാപിതാക്കളെ വേണമെന്ന് പറയും. ആ മാതാപിതാക്കൾക്ക് കൂടി പാപം പൊറുക്കപ്പെട്ട് സ്വർഗത്തിൽ കടക്കാൻ മക്കൾ കാരണമാകുന്ന ഇതൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് വിവാഹത്തിലേക്ക് നമ്മൾ ഏർപ്പെടേണ്ടത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, നമ്മൾ ഈ വിവാഹം കഴിക്കുമ്പോൾ അത് നമ്മൾ കേവലം ഒരു വികാര സമരത്തിന് വേണ്ടി ചെയ്യുന്നൊരു ഏർപ്പാടല്ല. ഒരു മുസ്ലിം വിവാഹം കഴിക്കുമ്പോൾ അവൻ വലിയ ഒരു സുന്നത്താണ് അവൻ പ്രവർത്തിക്കുക. ഏത് സുന്നത്ത്? അള്ളാന്റെ അംബിയാ മുർസലീങ്ങൾ അനുഷ്ഠിച്ചു വന്നൊരു സുന്നത്ത്. അള്ളാന്റെ ദൂതൻ പറയുന്നു, 4 കാര്യങ്ങൾ മുർസലീങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്. മുർസലീങ്ങൾ പിന്തുടർന്നു വന്ന സുന്നത്തുകളിൽ 4 കാര്യങ്ങൾ. 1 അൽ ഹയാഉ, നാണം, ലജ്ജ. ഇത് അംബിയാ മുർസലീങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇന്ന് സമൂഹത്തിൽ കാണപ്പെടുന്നത് ഈ ലജ്ജയില്ലായ്മയാണ്. ഓരോ മനുഷ്യന്മാർ കല്യാണം കഴിക്കുന്ന അതൊക്കെ ലൈവും ഒക്കെ ചാനലിൽ കൂടി ഇങ്ങനെ വിടാൻ, അവന്റെ അടുക്കളയത്തെ മീൻ ചട്ടി വരെ ഇത് ഒപ്പിയെടുത്തിട്ട് ഒക്കെ പുറത്തേക്ക് വിടാൻ. നാണമില്ല, എന്ത് പറയുന്നതിനും നാണമില്ല. അവന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഗർഭം ടെസ്റ്റ് ചെയ്ത അതുപോലും പൊക്കി പിടിച്ചിട്ട് ഇതാ ആയിക്കണോ എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നടക്കുന്നവർ. വളരെ മോശപ്പെട്ട ഒരവസ്ഥ. നാണം എന്ന് പറയുന്നത് എടുക്കപ്പെടും. അംബിയാ മുർസലീങ്ങളുടെ സുന്നത്താണ് നാണം. എല്ലാം പറയരുത്, നാണം വേണം, ലജ്ജ ഉണ്ടാക്കണം. സുഗന്ധം ഉപയോഗം അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്. സുഗന്ധം ഉപയോഗിക്കുക. 1 ശരീരത്തിലും വസ്ത്രത്തിലുള്ള ദുർഗന്ധം അകറ്റുക എന്നതിലുപരി നല്ല പരിമളമായ മണം ഉണ്ടാവുക എന്നുള്ളത് അതാരും ഇഷ്ടപ്പെടും. അരികത്ത് നിൽക്കുന്നവർ ഇഷ്ടപ്പെടും, മലക്കുകൾ ഇഷ്ടപ്പെടും, ജിന്നുകൾ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ സുഗന്ധോപയോഗം മുർസലീങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. 3 പല്ല് തേക്കുക, പല്ല് ക്ലീൻ ചെയ്യുക. അത് എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രമല്ല, വായ്ക്ക് നാറ്റം വരും, അടുത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വരുന്ന ഘട്ടങ്ങളിലൊക്കെ വായ ക്ലീൻ ചെയ്യും, വൃത്തിയാക്കുക. സിവാക്ക് ഒന്നു എടുക്കുമ്പോഴൊക്കെ വിസ്വാക്ക് ചെയ്യുമായിരുന്നു, നിസ്കരിക്കുമ്പോഴൊക്കെ വിസ്വാക്ക് ചെയ്യണം. അങ്ങനെ ശുദ്ധമായിട്ട് വായ എപ്പോഴും ശുദ്ധിയായിട്ടുണ്ടാവുക എന്നുള്ളത് മുർസലീങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. 4 സുന്നത്ത് അൻവൻ നിക്കാഹ്. അംബിയാ മുർസലീങ്ങൾ നിക്കാഹ് ചെയ്യും. നിക്കാഹ് എന്നുള്ളത് അവരുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അത്രയും പവിത്രമായൊരു കാര്യമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട രസാവഹമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ഇമാമികൾ നടത്തിയത് നമുക്ക് വായിച്ചു കേൾക്കാം. ഇൻഷാ അല്ലാഹ് പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വന്നണഞ്ഞ റജബ് ഞങ്ങൾക്ക് എല്ലാ നിലക്കും അനുഗുണമുള്ളതാക്കി തരണം റഹ്മാൻ. ഇരുലോകത്തും ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന മാസമാക്കി തരണം റഹ്മാൻ. നിന്റെ താഴത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖാക്കണേ റഹ്മാൻ. ആഫാത്തുകളും മുസീബത്തുകളും തട്ടിമാറ്റണം റഹ്മാനെ. നിഅമത്തുകൾ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ സഹായിച്ചവരെയും സഹായിക്കുന്നവരെയും എല്ലാവരെയും നീ നല്ലവരാക്കണം റഹ്മാനെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.